നിലപാട് തിരുത്തി എം മണി. ഇന്നലെ നടത്തിയ പ്രസ്താവനയെക്കുറിച്ചാണ് എം മണി ഇന്ന് പ്രതികരിച്ചത്. വികസനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിച്ച സർക്കാരാണ് ഇടതുപക്ഷ സർക്കാരെന്നും തനിക്ക് തെറ്റുപറ്റിയെന്നും എം മണി പറഞ്ഞു. പാർട്ടിയുടെ നിലപാട് അതന്നെ എൻ്റെ നിലപാട്. ഞാൻ ഇന്നലത്തെ സാഹചര്യത്തിൽ അങ്ങനെ പ്രതികരിച്ചുകൊണ്ട് പോയുള്ളൂ. അത് ശരിയായില്ല എന്ന് പറഞ്ഞ പാർട്ടിയുടെ നിലപാട് തന്നെയാണ് എൻ്റെ നിലപാട്. അതിന് വ്യത്യസ്ത നിലപാടൊന്നുമില്ല. എന്താണ് അങ്ങനെ പെട്ടെന്നൊരു പറയാൻ? അന്നേരത്തെ ഒരു കാര്യത്തിലൊക്കെ പറഞ്ഞൊന്ന് കൂട്ടിയാൽ മതി. വികസനവും കാര്യങ്ങളും ഒരുപാട് കാര്യങ്ങളും ചെയ്തിട്ട് ഈ ജില്ലയുടെ വികസനത്തിൽ തന്നെ ഒരുപാട് റോഡും പരിപാടിയെല്ലാം ചെയ്ത് സംസ്ഥാനത്താണ് ജനങ്ങൾക്ക് ക്ഷേമ പ്രവർത്തനം ഒരുപാട് നടത്തി കഴിഞ്ഞ് നടന്ന ഈ തെരഞ്ഞെടുപ്പിൽ അങ്ങനെ ഒരു വിധി വന്നപ്പം ആ സന്ദർഭത്തിൽ പ്രതികരിച്ചേ ഉള്ളൂ. ജനങ്ങളെ പ്രതികരിക്കേണ്ടിയിരുന്നില്ല എന്ന് ജനറൽ സെക്രട്ടറി അടക്കം പറഞ്ഞു. പാർട്ടിയുടെ നിലപാട് അദ്ദേഹം പറഞ്ഞു. അമൽനാഥ് ചേരുകയാണ്. അമൽനാഥ്, മണിയാശാൻ ഇന്നലെ നടത്തിയ ഒരു പ്രസ്താവന ഇന്നിപ്പോൾ അദ്ദേഹം തിരുത്തിയിരിക്കുകയാണ്. പാർട്ടി നിലപാട് പാർട്ടി ജനറൽ സെക്രട്ടറി അടക്കമുള്ളവർ വ്യക്തമാക്കി. താനും ആ നിലപാടിനൊപ്പമാണ്. അന്നേരത്തെ ഒരു മാനസികാവസ്ഥയിൽ അങ്ങ് പറഞ്ഞു പോയതാണ് എന്നാണ് മണിയാശാൻ പറയുന്നത്. ഷമേ, തീർച്ചയായും കഴിഞ്ഞ ദിവസം ഫലപ്രഖ്യാപനത്തിന് ശേഷമാണ് എം മണിയുടെ ഭാഗത്തു നിന്നും ഇത്തരത്തിലൊരു പരാമർശം ഉണ്ടാകുന്നത്. എന്നാൽ നിലവിൽ ഇപ്പോൾ അദ്ദേഹം അത് തിരുത്തിയിരിക്കുകയാണ്. അതായത് പാർട്ടിയുടെ നിലപാട് അത് എന്താണോ അത് തന്നെയാണ് തൻ്റെ നിലപാട്. തനിക്കൊരു തെറ്റുപറ്റിയെന്ന രീതിയിലാണ് അദ്ദേഹം അല്പസമയം മുൻപ് മാധ്യമങ്ങളെ കണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം അത്തരത്തിലൊരു പരാമർശം നടത്താണ്ട സാഹചര്യം അടക്കം എം മണി വിശദീകരിക്കുകയുമുണ്ടായിരുന്നു. അതായത് ആ ഒരു സമയത്തുണ്ടായിരുന്ന മാനസികാവസ്ഥ അത് അങ്ങനെയായിരുന്നു. അതുകൊണ്ടാണ് ആ രീതിയിലൊരു പരാമർശം തനിക്ക് നടത്തേണ്ടിയിരുന്നത്. അതിൽ തെറ്റുപറ്റിയെന്ന് തനിക്ക് ഉത്തമ ബോധ്യമുണ്ട്. പാർട്ടിയുടെ നിലപാട് അതിനൊപ്പമാണ് താൻ എന്നും ഉള്ളത്, അല്ലെങ്കിൽ എന്നും നിലനിന്നത് എന്നാണ് നിലവിൽ എം മണിയെ സൂചിപ്പിച്ചിരിക്കുന്നത്. അതിൻ്റെ മറ്റൊരു കാര്യം കൂടി അദ്ദേഹം എടുത്തു പറയുകയുണ്ടായിരുന്നു. സംസ്ഥാനത്തൊട്ടാകെ ഇടതുപക്ഷ സർക്കാരിൻ്റെ നേതൃത്വത്തിൽ വലിയ വികസന പദ്ധതികൾ കഴിഞ്ഞ ഒരു 9 വർഷത്തിന് മുകളിലായി നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇടിയെ സംബന്ധിച്ചും അത്തരത്തിൽ തന്നെയാണത്. റോഡിൻ്റെ കാര്യമാണെങ്കിൽ, കെട്ടിടങ്ങളുടെ കാര്യമാണെങ്കിൽ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ കാര്യമാണെങ്കിൽ, അതോടൊപ്പം തന്നെ വീടുകൾ നൽകിയ കാര്യമാണെങ്കിൽ, അത്തരത്തിൽ വിവിധ മേഖലകളിൽ വലിയ വികസന പ്രവർത്തികൾ ഇടതുപക്ഷ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും നടത്തിയിട്ടുണ്ട്. അത്തരത്തിൽ വികസനങ്ങൾ നടത്തിയിട്ടും ഒപ്പം തന്നെ ജനക്ഷേമ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടും ഇത്തരത്തിലുള്ള റിസൾട്ട്, അതായത് അനുകൂലമല്ലാത്ത ഒരു ഫലപ്രഖ്യാപനം വന്നപ്പോൾ ഉണ്ടായ ഒരു വികാരത്തിൻ്റെ പുറത്താണ് താൻ ഇത്തരത്തിലൊരു പരാമർശനം നടത്തിയത് എന്ന രീതിയിലാണ് അദ്ദേഹം അല്പസമയം മുൻപ് മാധ്യമങ്ങളെ കണ്ടിട്ടുള്ളത്. ഒപ്പം തന്നെ വികസന കാര്യങ്ങളൊക്കെ തന്നെയും അദ്ദേഹം എടുത്തു പറയുന്ന ഒരു സാഹചര്യവും ഉണ്ടായിട്ടുണ്ട്. ഒപ്പം ഇത്തരത്തിലുള്ള ഫലം, അതായത് പ്രത്യേകിച്ച് ഇടുക്കി ജില്ലയെ സംബന്ധിച്ച് ഇത്തരത്തിലൊരു ഫലം ഉണ്ടായത് കൃത്യമായ പരിശോധന നടത്തേണ്ട ആവശ്യമുണ്ട്. പാർട്ടി അതുമായി ബന്ധപ്പെട്ട് കൃത്യമായ പരിശോധന നടത്തും, കൃത്യമായ പഠനങ്ങൾ നടത്തി അതിനൊരു പരിഹാരമുണ്ടാക്കും എന്നും അദ്ദേഹം സൂചിപ്പിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ഇത്തരത്തിലൊരു ഫലം വന്ന സാഹചര്യത്തിൽ മറ്റ് ഘടകകക്ഷികളെ കുറിച്ചൊന്നും ഇവിടെ പരാമർശിക്കുന്നതിൽ ഒരു തരത്തിലും ഉള്ള കാര്യമില്ല. അതായത് LDF എന്ന മുന്നണി ഒരുമിച്ച് നിന്നാണ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിട്ടിട്ടുള്ളത്. അപ്പോൾ ഈ ഫലം അംഗീകരിക്കുന്ന LDF എന്ന രീതിയിൽ തന്നെയാണ്. അതിൽ ഘടകകക്ഷികളെ ഒന്നും സൂചിപ്പിക്കേണ്ട ഒരു ആവശ്യവുമില്ല. എല്ലാവരും ഒരുമിച്ചാണ് ഈ ഫലം സ്വീകരിക്കുന്നത് എന്ന കാര്യവും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. എന്തു തന്നെയായാലും താൻ കഴിഞ്ഞ ദിവസം നടത്തിയ ആ ഒരു പരാമർശം അത് തെറ്റാണ് എന്ന് നിലവിൽ ഇപ്പോൾ എം മണി സൂചിപ്പിച്ചിരിക്കുന്നു. പാർട്ടിയുടെ നിലപാട് അതെന്താണോ അതിൻ്റെ കൂടെയാണ് താൻ എപ്പോഴും നിലകൊള്ളുന്നത് എന്നും അദ്ദേഹം പറയുന്നു. ഷമേ.